പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ദിവസം നമ്മൾ ബീർ ബഹുട്ടി എന്നുള്ള കഥയിലെ ഒന്നാം ഭാഗമാണ് കണ്ടത്. ആ ഭാഗം ശരിക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കട്ടെ. അതിൻ്റെ വർക്കുകളൊക്കെ നമുക്ക് പാഠത്തിന് ശേഷം ചെയ്യാം, അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, ഇതിൻ്റെ രണ്ടാം ഭാഗം നോക്കാം. ആദ്യത്തെ ഭാഗത്ത് നമ്മൾ പറഞ്ഞിരുന്നത് ബേലയും സാഹിലും ബീർ ബഹുട്ടി എന്ന് പറയുന്ന സുന്ദരമായ ജീവികളെ കാണാൻ വേണ്ടി വയലിൽ വന്ന് ആ നനഞ്ഞ വയലിൽ നിലത്തിരുന്ന് ബീർ ബഹുട്ടികളെ തിരയുന്നതാണ്. വളരെ അടുത്തിരുന്ന് അഥവാ കൂട്ടിമുട്ടി ഉരുമിയിരുന്ന് കൊണ്ടാണ് അവർ ബീർ ബഹുട്ടിയെ തിരഞ്ഞിരുന്നത്, അല്ലേ? അങ്ങനെ അവർ തിരയുന്നതിൻ്റെ ഇടയ്ക്ക് ഫസ്റ്റ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടു, ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടു. അപ്പോൾ സാഹിൽ പറഞ്ഞു, എനിക്ക് മഷി നിറയ്ക്കണമെന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടല്ലോ അല്ലേ? അങ്ങനെ മഷി നിറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു കടയിലേക്ക് പോയി. അതുവരെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഡ്രോപ്പറിൽ മഷി ഒഴിക്കുന്ന ഒരു രംഗമാണ് അവസാനം കണ്ടതെന്ന് തോന്നുന്നു. റെഡിയല്ലേ? ഓക്കെ, ഇനി അടുത്ത ഭാഗത്ത് പറയുന്നത് നോക്കാം. ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. പെൻമേ കുछ स्याही बची थी, उसे साहिल ने ज़मीन पर छिड़क दिया. नई स्याही भरवाने के लिए दोनों दुकान पर पहुँचे. एक पेन स्याही भर दो, साहिल से पहले ही बेला ने दुकान वाले से कहा. बेटा, स्याही की बोतल अभी भी खाली हो गई है, अब तो कल ही मिल पाएगी. लेकिन इसने तो पेन में जो स्याही बची थी उसे भी ज़मीन पर छिड़क दिया, बेला बोली. ഇനി എന്താണ് ഇതിൽ പറയുന്നത് ഒന്നുകൂടി നോക്കാം നമുക്ക്. അപ്പോൾ പേനയിൽ മഷി നിറയ്ക്കാൻ പോവുകയാണ് അല്ലേ? സാധാരണയായിട്ട് നിങ്ങൾ മഷി നിറയ്ക്കാത്തതുകൊണ്ട് അറിയില്ലല്ലോ. ഞങ്ങളൊക്കെ ചെയ്തിരുന്നത് ലേശം മഷി ബാക്കിയുണ്ടെങ്കിൽ കുടഞ്ഞു കളയും, ഫ്രഷ് മഷി നിറയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവനും അതേ പണി ചെയ്തു. പെൻമേ കുസ്യായി ബച്ചീഥി, കുറച്ച് മഷി അവശേഷിച്ചിരുന്നു, കുറച്ച് മഷി ആ പേനയിൽ ബാക്കിയുണ്ടായിരുന്നു. ഉസേ സാഹിലിനെ ജമീൻ പർ छिड़क दिया, അതങ്ങോട്ട് കുടഞ്ഞു കളഞ്ഞു. ചിടക്കിനാണ് കുടഞ്ഞു കളഞ്ഞു. നൈ സ്യായി ഭർവാനയ്ക്ക് ലിയെ ദോനോ ദുക്കാൻ പർ പहुंचे. അങ്ങനെ രണ്ടുപേരും കൂടി മഷി നിറയ്ക്കാൻ വേണ്ടി കടയിലേക്ക് എത്തി. എന്നിട്ടുണ്ടാവുന്നത് നോക്കൂ. ആരുടെ പേനയിലാണ് മഷി കഴിഞ്ഞിട്ടുള്ളത്? സാഹിലിൻ്റെ പേനയിലാണ്, റൈറ്റ്? അപ്പോൾ ഇവിടെ പറയുന്നത് നോക്കുക. ആദ്യം ഏക് പെൻ സ്യാഹി ഭർ ദോ. സാഹിൽ സെ പഹലെ ബേല നെ ദുക്കാൻദാർ സെ കഹ. അവളാണ് ആദ്യം കയറി പറഞ്ഞത്. ബേല ആദ്യം കയറി പറഞ്ഞു, ഒരു പേന മഷി നിറച്ച് തരൂ. നമ്മൾ ഭയങ്കര ആത്മസുഹൃത്തുക്കളൊക്കെ ഉണ്ടാവില്ലേ, ചങ്ക് എന്നൊക്കെ പറയുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവില്ലേ, അവർക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യും അല്ലേ? അങ്ങനെ കടയിലേക്ക് രണ്ടുപേരും കൂടി പോവുകയാണ്. ഉടൻ ബേല കയറി പറയാണ്, ഒരു പേന മഷി നിറച്ച് തരൂ. അപ്പോൾ മറ്റേ കുട്ടിയല്ല, കടക്കാരൻ പറയുന്നു, ബേട്ടാ സ്യാഹി की बोतल अभी अभी खाली हो गई है, अब तो कल ही मिल पाएगी. മോനെ, മഷിക്കുപ്പി ഇപ്പം കാലിയായുള്ളൂ, ഇനിയിപ്പോൾ നാളെയല്ലേ കിട്ടുള്ളൂ എന്ന് ചോദിച്ചു. ലേക്കിൻ ഇസ്നെ തോ പെൻ മേ ജോ സ്യാഹി थी उससे भी ज़मीन पर छिड़क दिया, ബേല बोली. അപ്പം ബേലയ്ക്ക് ഇങ്ങോട്ട് സങ്കടവും ദേഷ്യമൊക്കെ കൂടി വന്നു. കാരണം എന്താ, തൻ്റെ സുഹൃത്തിൻ്റെ പേനയിലെ മഷിയാണല്ലേ, അത് നിറയ്ക്കാൻ ഒരു നിവൃത്തിയില്ലേ. അപ്പോൾ ഉണ്ടായിരുന്ന മഷി കളയുകയും ചെയ്തു. അവൾ പറയണേ, ലേക്കിൻ ഇസ്നെ തോ പെൻ മേ ജോ സ്യാഹി थी उससे भी ज़मीन पर छिड़क दिया. പേനയിലുണ്ടായിരുന്ന മഷി ലേശമൊക്കെ ഉണ്ടായിരുന്നില്ല, അതും കൂടി കുടഞ്ഞു കളഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ബേല അങ്ങനെ ചോദിച്ചു. അപ്പോൾ കടക്കാരൻ പറയാണ്, बादल को देखकर खड़े को नहीं ठुलाना चाहिए. दुकान वाले भैया ने कहा और पूछा, कौन सी में पढ़ते हो? അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? മേഘങ്ങളെ കണ്ടിട്ട് കുടം കഴുകി കമർത്തരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഉടൻ തന്നെ ചോദിച്ചു, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇനി സംഭാഷണം അവിടെ നിൽക്കട്ടെ. ഇങ്ങനെയൊരു പ്രയോഗമുണ്ട്, ബാദൽ കോ ദേഖർ ഖഡേ കോ നഹീ ഠുലാനാ ചാഹിയേ. ഇവിടെ ഒരു ചോദ്യം കാണുന്നുണ്ട്. നിങ്ങൾ എന്താണ് സംഗതി മനസ്സിലായോ? ബാദൽ കോ ദേഖർ ഖഡേ കോ നഹീ ഠുലാനാ ചാഹിയേ, ദുക്കാൻദാറിനെ ऐसा क्यों कहा. അങ്ങനെ അതേ സംഗതി തന്നെയാണ്, അതേ വരികൾ തന്നെയാണ് മുകളിൽ പറഞ്ഞിട്ടുള്ളത്. അത് ഈ പാഠം തുടങ്ങുന്നത് പറഞ്ഞല്ലോ 1981 കാലഘട്ടത്തിലാണ് ഈ പാഠം എഴുതിയിട്ടുള്ളത്, ഈ കഥ എഴുതിയിട്ടുള്ളത് അല്ലേ? ആ കാലഘട്ടത്തിൽ കിണറുകളൊക്കെ വളരെ കുറവായിരുന്നു.
ഓരോ വീട്ടിലും ഓരോ കിണറൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു പ്രദേശത്ത് 30-40 വീടുകൾക്ക് ഒരു കിണറൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ആളുകൾ വെള്ളം പിടിക്കാൻ വേണ്ടി ചെയ്തിരുന്നൊരു ഉപായം എന്ന് പറഞ്ഞാൽ, മഴ പെയ്യുന്ന സമയത്ത് മരത്തിൽ നമ്മുടെ തെങ്ങിൻ്റെ ഓല മടലുണ്ടല്ലോ, അത് വെട്ടിയെടുത്തിട്ട് പ്രത്യേക രീതിയിൽ കെട്ടിവെച്ച് അതിലൂടെ കുടത്തിലേക്ക് വെള്ളം ശേഖരിക്കുകയായിരുന്നു പതിവ്. അപ്പോൾ മേഘങ്ങൾ കണ്ടാൽ ഉറപ്പിക്കും അന്ന് മഴ ഉണ്ടാവുമെന്ന് ഉറപ്പിക്കുകയും ഇവർ ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്യും. എന്നിട്ട് അതിനൊരു ഫിൽറ്ററൊക്കെ വരും, തോർത്തൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ തുണിയൊക്കെ ഈ കുടത്തിൻ്റെ മുഖത്ത് കെട്ടിയിട്ട് വായിൽ കെട്ടിയിട്ട് പിന്നെ ഒരു ഫിൽറ്ററൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു പണ്ടുള്ള ആളുകൾ വെള്ളം ശേഖരിച്ചിരുന്നത്. നിങ്ങളുടെ അച്ഛന്മാരോടും അമ്മമാരോടൊക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. ഓക്കെ, ഇവിടെ ലേഖകൻ പറയുന്നത് എന്താ അറിയോ, ബാദൽക്കോ ദേഖർ ഖടേക്കോ നഹീം ഠുലാനാ ചാഹിയേ. ഈ മഴ മേഘങ്ങളെ കണ്ടിട്ട് നിങ്ങൾ കുടം കഴുകി കമത്തരുത് കേട്ടോ. ചിലപ്പോൾ ആ മേഘങ്ങൾ വർഷിക്കാതിരിക്കും, ഒരു പക്ഷേ ആ മേഘങ്ങൾ പെയ്യാതിരിക്കാം, മഴയായി വർഷിക്കാതിരിക്കാം. അപ്പം വലിയ നഷ്ടം സംഭവിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് ചോദിക്കാം, ഇവിടെ അങ്ങനെ പറയാൻ കാരണം എന്താ? കട കണ്ടപ്പോൾ തന്നെ ഇവരെന്ത് ചെയ്തു? ഉണ്ടായിരുന്ന മഷിയും കൂടി കുടഞ്ഞു കളഞ്ഞു. പോയി നോക്കിയപ്പോൾ അവിടെ മഷി ഇല്ലതാനും. അങ്ങനത്തെ ഒരു അവസ്ഥ വരും. ഓക്കെ, കോൺസിമേ പഠിത്തിയോ? ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ എന്ന് വെച്ചു. 5वीं में. साहिल ऐसे बुरे मन से बताया जैसे 5वीं पढ़ना पाप हो. അല്ലെങ്കിൽ തന്നെ സങ്കടം വന്ന് നിൽക്കുക. മഷീനുള്ളത് കുടഞ്ഞു കളഞ്ഞു, അടുത്തത് ചോദിച്ചപ്പോൾ കിട്ടിയില്ല. അങ്ങനത്തെ സന്ദർഭത്തിൽ കുശലം പറയാൻ പറ്റുന്ന സമയമാണത്? ഇല്ല. ഇവിടെ പറയുന്നു 5वीं में, 5ാം ക്ലാസ്സിലാണ്. സാഹിൽ ऐसे बुरे मन से कहा. വളരെ വിഷമത്തോട്, വളരെ നല്ലതല്ലാത്ത മനസ്സോടു കൂടി പറഞ്ഞു. വന്നാൽ ഒരു വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞു 5ാം ക്ലാസ്സിൽ. ജേസേ 5वीं പഠന പാപ്പോ. അവൻ്റെ പറച്ചിൽ കേട്ടതൊന്നും 5ാം ക്ലാസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയ എന്തോ കുറ്റമാണെന്ന്. അത്രയും ഒരു സുഖമല്ലാത്ത ഭാവത്തിലാണ് അവൻ പറഞ്ഞത്. ദോനോ ദുക്കാൻദാർ ഭയ്യാനെ കഹാ. ആ കച്ചവടക്കാരൻ വീണ്ടും ചോദിച്ചു, രണ്ടാളും മനസ്സിലാണോ? അപ്പം മറുപടി പറയുന്ന ആരാന്നറിയോ? हाँ दोनों, और हम दोनों का सेक्शन भी एक ही है ये. बेला ने ऐसे खुश होकर बताया जैसे कोई बहुत बड़ी बात हो. മറുപടി പറഞ്ഞത് ബേലയാ. ആ, ഞങ്ങൾ രണ്ടാളും മനസ്സിലാണ്. തന്നെയുമല്ല, ഞങ്ങളെ സെക്ഷൻ ഒന്ന് തന്നെയാണ് എ. ഞങ്ങൾ എ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വലിയൊരു എന്തോ സംഭവം പറയുന്ന പോലെ അത്രയധികം സന്തോഷത്തോടു കൂടിയാണ് അവൾ പറഞ്ഞത്. അവൻ കുറച്ചൊരു ദുഃഖത്തോടു കൂടിയും വിഷമത്തോടു കൂടിയൊക്കെയാണ് പറഞ്ഞതെങ്കിലും ഇവൾ വളരെ സന്തോഷത്തോടു കൂടി, ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് പഠിക്കുന്നത്, ഒരേ ക്ലാസ്സിലാണ്, ഒരേ ബെഞ്ചിലാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ഒരേ ബെഞ്ചിലാണ് അവൾ ഇരിക്കുന്നത്. അത് പിന്നീട് പറയുന്നുണ്ട്. ഓക്കെ, വളരെ സന്തോഷത്തോടു കൂടി അവൾ പറഞ്ഞു. ഇനി നോക്കുക, ലേഖകൻ ഇവരെക്കുറിച്ച് പറയുകയാണ്. പ്രഭാത് ഇവരെക്കുറിച്ച് പറയുകയാണ്. കഥാകാരൻ്റെ പേര് ഓർമ്മയുണ്ടാവണം, പ്രഭാത്. എന്താണ് പ്രഭാത്? രാവിലെ തന്നെ ഓർക്കാൻ പറ്റുന്ന പേരാണ് അല്ലേ, പ്രഭാത്. ഓക്കെ, ക്ലാസ് മേ ദോനം പാസ് ബൈഠത്തെ ഹേ. 2 പേര് അടുത്തടുത്താണ് ക്ലാസ്സിലിരിക്കുക. कॉपी में काम करते तो दोनों कॉपी में काम करते थे. किताब पढ़ते तो दोनों किताब पढ़ते, बल्कि पाठ भी एक पढ़ते. साहिल चमकपुड़ी सन 57 में वो तलवार पुरानी थी पढ़ता तो बेला भी चमकपुड़ी सन 57 में वो तलवार पुरानी थी പഠിത്തി थी. അങ്ങനെ ക്ലാസ്സിൽ 2 പേര് അടുത്തടുത്തിരിക്കും. ഇതിൻ്റെ വേർഡ് ബൈ വേർഡ് മീനിങ് അല്ല ഞാൻ പറയുന്നത്, ഇതിൻ്റെ ആശയമാണ് പറയുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ മീനിങ് കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിച്ചോളൂ കേട്ടോ. ക്ലാസ്സിൽ അവർ ഒരുമിച്ചിരിക്കുന്നു. ഒരാൾ നോട്ട്ബുക്കിൽ എന്തെങ്കിലും എഴുതുകയാണെങ്കിൽ മറ്റേയാളും അതേ വാക്കുകൾ നോട്ട്ബുക്കിൽ എഴുതും. ഒരാൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയാണെങ്കിൽ അയാളും ആ ടെക്സ്റ്റ് ബുക്ക് തന്നെ വായിക്കുക. ഇനി ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നത് മാത്രമല്ല, ഒരേ പാഠവും വായിക്കും, ഒരേ ലൈനും ആയിരിക്കും വായിക്കുക. ഉദാഹരണമായിട്ട് പറയുന്നു, സാഹിൽ ചമക്കുടി സൻ 57 മേ വോ തൽവാർ പുരാനി ഥി എന്ന് വായിക്കുമ്പോൾ ബേലയും ചമക്കുടി സൻ 57 മേ വോ തൽവാർ പുരാനി ഥി അത് തന്നെ വായിക്കും. അപ്പോൾ നോക്കുക, അവരുടെ ഒരു അടുപ്പം, അവരുടെ മാനസികമായിട്ടുള്ളൊരു അടുപ്പമാണത്. ഇനി ചില സമയത്ത് നമുക്കൊക്കെ ഉള്ള അസുഖം ഈ കുട്ടികൾക്കുമുണ്ട്. ബേല കത്തി, ബേല എങ്ങനെ പറയും, ബഞ്ചി പാനി പിന്നെ ചലിച്ചാവും, സിസ്റ്റർ വെള്ളം കുടിക്കാൻ പോട്ടെ, ടീച്ചറെ വെള്ളം കുടിക്കാൻ പോട്ടെ എന്ന് ചോദിക്കില്ല നമ്മൾ. ലേശം വെള്ളം കുടിച്ചിട്ട് വരട്ടെ എന്ന് ചോദിച്ചാൽ, ബേല ചോദിച്ചാൽ ഉടൻ സാഹിൽ ബി കത്ത ബഞ്ചി പാനി പീനെ ചല ജാവും,
ബെഞ്ചി വെള്ളം കുടിക്കാൻ പോട്ടെ എന്ന് ചോദിക്കും. ഇനി വല്ലാത്തൊരു സംഭവം ഇവിടെ വിവരിക്കുന്നുണ്ട്. അതെന്താണെന്ന് നോക്കൂ. गणित के मास्टर साहब सुरेंद्र जी का पीरियड खेल खंडी के बाद आता है. बच्चे उनमें उनसे कांपते थे और खेल खंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. एक गणित पढ़ाने वाले, गणित सिखाने वाला अध्यापक है, उनका नाम है सुरेंद्र जी साहब, मास्टर साहब. वो एक ऐसा अध्यापक था जिसे सब बच्चे जिससे कांप जाते थे. മനസ്സിലായല്ലോ. സുരേന്ദ്രജി ആയിരുന്നു അവിടെ, സുരേന്ദ്രൻ മാഷായിരുന്നു. സുരേന്ദ്രജി എന്ന് മനസ്സിലാക്കിയാൽ മതി, നമ്മൾ ഇനി സുരേന്ദ്രൻ മാഷ് എന്ന് പറയാം. സുരേന്ദ്രൻ മാഷായിരുന്നു അന്ന് അവിടെ മാത്സ് പഠിപ്പിച്ചിരുന്നത്. മാത്സ് പഠിപ്പിക്കുന്ന സുരേന്ദ്രൻ മാഷെ കുട്ടികൾക്കൊക്കെ ഭയങ്കര പേടിയാണ്. അതിഭീകരമായ പേടിയായിരുന്നു അദ്ദേഹത്തിന് കുട്ടികൾക്ക്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുമായിരുന്നു അറിയാം, ഇൻ്റർവെൽ കഴിഞ്ഞാൽ ഉടനെയാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്. അതുകൊണ്ട് തന്നെ ഇൻ്റർവെൽ കഴിഞ്ഞ് ബെല്ലടിക്കുന്നതിന് 2 മിനിറ്റ് മുമ്പ് തന്നെ അവർ ക്ലാസ്സിൽ വന്നിരിക്കുമായിരുന്നു. ഇനി എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത നോക്കൂ. सुरेंद्र जी मास्टर साहब इसी पीरियड में कॉपी जांचते थे. ज़रा सी भी गलती पर बच्चों को इधर उधर फेंक देते थे. छापट मारने लगते थे. उनका हाथ चलना शुरू होता, रुकना भूल जाता. ഇതിൽ ഈ പാരഗ്രാഫ് പറയുന്നത് എന്താ അറിയോ, സുരേന്ദ്രജിയുടെ ഒരു നല്ല ഗുണവും ചീത്ത ഗുണവുമാണ്. ഒരു നല്ല ഗുണമുണ്ട് അദ്ദേഹത്തിന്. എന്തായിരുന്നു അറിയാം, അതേ പീരീഡ്, ഏത് പീരീഡാണോ അദ്ദേഹം മാത്സ് പഠിപ്പിക്കുന്ന ആ പീരീഡ് തന്നെ അദ്ദേഹം കംപ്ലീറ്റ് കുട്ടികളുടെ നോട്ട് നോക്കി കറക്റ്റ് ചെയ്ത് കൊടുക്കും. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. ജറാസി ഗൽത്തി പർ, ചെറിയൊരു തെറ്റ് കണ്ടാൽ അദ്ദേഹം കുട്ടികളെ പിടിച്ച് അങ്ങോട്ട് കൊടുത്തിട്ട് എറിയുമായിരുന്നു. കുട്ടികളെടുത്ത് എറിയാറുണ്ട് എന്താ, ഫുട്ബോളും ക്രിക്കറ്റൊക്കെ എറിയുന്ന പോലെയാണോ? അല്ല, കുട്ടികളുടെ കൈയൊക്കെ പിടിച്ച് മുടിയൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിക്കുമായിരുന്നു. അത്ര ദേഷ്യക്കാരനായിരുന്നു അദ്ദേഹം. ഉൻകാ ഹാത്ത് ചലനാ ശുരു ഹോത്താ തോ രുക്നാ ഭൂൽ ജാത്താ. അദ്ദേഹം കൈ ചലിപ്പിച്ച് തുടങ്ങിയാൽ പിന്നെ നിർത്തൂല, അടി തുടങ്ങിയാൽ നിർത്തൂല, അടിയോടടിയായിരിക്കും, ഭയങ്കര അടിയായിരിക്കും. एक दिन सुरेंद्र जी मास्टर साहब ने बेला के बालों में पंजा फंसाया. ഒരിക്കൽ ക്ലാസ്സിലൊരു സംഭവം ഉണ്ടായി. ബേല കെ ബാലോമേ പഞ്ച ഫസായ, ബേലയുടെ മുടിക്കുത്തിനൊരു ഒറ്റപ്പിടുത്തം. पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वो गलती थी ही नहीं. പക്ഷേ എന്തോ ഒരു തെറ്റുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് സുരേന്ദ്ര സാറ് ആ ബേലയുടെ തലമുടിയിൽ പിടിച്ചത്. പക്ഷേ അതൊരു തെറ്റായിരുന്നില്ല, അദ്ദേഹം തെറ്റിദ്ധരിച്ചതാണ്, അത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് തോന്നിയതാണ്. ഉन्होंने बेला को छोड़ दिया. പെട്ടെന്ന് ബേലയെ അദ്ദേഹം വിട്ടു, ബേലയുടെ മുടിയിൽ നിന്ന് വിട്ടു. बेला के भयभीत चेहरे को देखकर साहिल बुरी तरह डर गया था. ബേലയുടെ ഭയങ്കര പേടിച്ചരണ്ട മുഖം കണ്ടപ്പം സാഹിലാണ് ശരിക്ക് പേടിച്ചു പോയത്. उसने देखा कि बेले के पाँव अभी भी काँप रहे हैं. ഇപ്പോഴും ബേലയുടെ കാലുകൾ ഇങ്ങനെ വിറയ്ക്കുന്നതായിട്ട് അവന് തോന്നി. जैसे वो खड़े खड़े अभी गिर जाएगी. सुरेंद्र जी मास्टर साहब ने कॉपी को उसके बैठने की जगह पर फेंकते हुए कहा, बैठ अपनी जगह पर. അദ്ദേഹം സാഹിൽ നോക്കിയപ്പോൾ എന്താ കണ്ടതെന്ന് വെച്ചാൽ ബേലയുടെ കാലുകളൊക്കെ ഇങ്ങനെ കിട്ടുകിട്ടാ വിറയ്ക്കുന്നുണ്ട്. മുട്ടുകൂട്ടിയിടിക്കുന്ന അറിയില്ല, അത്രയധികം വിറയ്ക്കുന്നുണ്ട്. അവൻ വിചാരിച്ചു ഇപ്പം അവൾ അവിടെ നിൽക്കുന്നിടത്ത് വീണ് പോകുമെന്ന് വരെ വിചാരിച്ചു, പേടിച്ച് വീണ് പോകുമെന്ന് വരെ വിചാരിച്ചു. മാസ്റ്റർ സാബ് അദ്ദേഹം എന്ത് ചെയ്തറിയോ, സുരേന്ദ്ര സാറ് ആ നോട്ട്ബുക്ക് എടുത്ത് ബേല ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു ഒറ്റ ഏറ്, എന്നിട്ട് പറഞ്ഞു, ബൈറ്റ് അപ്പനി ജഗപ്പർ, ഇരിക്കെവിടെ എന്ന് പറഞ്ഞു. അങ്ങോട്ട് ഗർജിച്ചു. बेला का मन बहुत ख़राब हो गया. मास्टर साहब चाहे उसे पीट लेते, मगर साहिल के सामने नहीं. वो साहिल के सामने खुद को शर्मिंदा महसूस कर रही थी, क्योंकि वो जानती थी कि साहिल की नज़र में बहुत अच्छी है. जब वो उसके पास आकर बैठी, उसे नज़र नहीं मिला पाई. ഈ പാരഗ്രാഫിൽ നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സാമാന്യമായിട്ടുള്ള പൊതുവായിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണ് പറയുന്നത്. നമ്മളേറ്റവും അധികം
വെറുക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ. അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഏട്ടന്മാരോ അനിയന്മാരോ ഒക്കെ ആരുടെയെങ്കിലും മുന്നിൽ വെച്ചിട്ട് താരതമ്യം ചെയ്താൽ അല്ലേ, അവൻ കണ്ടില്ലേ, അവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നിനക്കെന്താ കുഴപ്പം, നിനക്ക് എന്തിൻ്റെ കുറവാ, അവനെപ്പോലെ നിനക്ക് ആയിക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമം തോന്നും. നമ്മൾ വിചാരിക്കും ഇതിനേക്കാൾ നല്ലത് നാലങ്ങട് പൊട്ടിക്കുക എന്നൊക്കെ അല്ലേ. അതേപോലെ ബേലയുടെ മനസ്സിലും വല്ലാത്തൊരു വിഷമമുണ്ടായി. അതുപോലെ ആളുകളുടെ മുന്നിൽ വെച്ച് കളിയാക്കുമ്പോഴും നമുക്ക് വലിയ വിഷമമാണ്. ബേല का मन बहुत खराब हो गया. ബേലയുടെ മനസ്സ് വല്ലാതെ വിഷമിച്ചു. മാസ്റ്റർ സാബ് ചാഹെ മുझे पीट लेता मगर സാഹിൽ के सामने नहीं. സുരേന്ദ്ര സാറിന് വേണമെങ്കിൽ എന്നെ അടിക്കാമായിരുന്നു, മുടി പിടിച്ച് വലിക്കായിരുന്നു, എടുത്തെറിയായിരുന്നു. പക്ഷേ സാഹിലിൻ്റെ മുന്നിൽ വെച്ചിട്ട് അത് വേണ്ടിയിരുന്നില്ല. സാഹിലിൻ്റെ മുന്നിൽ വെച്ചിട്ടായിരുന്നില്ല അത് ചെയ്യേണ്ടിയിരുന്നത്. वो साहिल के सामने खुद को शर्मिंदा महसूस कर रही थी. സാഹിലിൻ്റെ മുന്നിൽ അവൾക്ക് വല്ലാതെ ലജ്ജ തോന്നി. क्योंकि वो जानती थी कि वो साहिल की नज़र में बहुत अच्छी है. കാരണം എന്താണെന്നറിയോ, അവൾക്കറിയാമായിരുന്നു സാഹിൽ എന്നെ ഒരു നല്ല കുട്ടിയായിട്ടാണ് കാണുന്നത്, അഥവാ സാഹിലിൻ്റെ മുന്നിൽ ഞാൻ നല്ലൊരു പെൺകുട്ടിയാണ് എന്ന് അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ സാഹിലിൻ്റെ മുന്നിൽ വെച്ച് കളിയാക്കിയപ്പോൾ അവൾക്ക് വളരെയധികം വിഷമമുണ്ടായി. जब वो उसके पास आकर बैठी उसे नज़र नहीं मिला पाई. ആ സമയത്ത് അങ്ങനെ അടിയുടെ രംഗമൊക്കെ കഴിഞ്ഞ് തൊട്ടടുത്ത് സാഹിലിൻ്റെ അടുത്ത് തന്നെയല്ലേ, തൊട്ടടുത്ത് വന്നിരുന്നപ്പോൾ അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ വരെ കഴിഞ്ഞിരുന്നില്ല. നാണം കൊണ്ട്, ലജ്ജ കൊണ്ട് അവൾക്ക് മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ സംഭവമൊക്കെ കഴിഞ്ഞുപോയി. दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफ़ेद पट्टी बांधी थी. कोई उसे होए 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 सफ़ेद पट्टी कर रहा था, तो कोई सुल्ताना टाकू, तो कोई कुछ और कर चिढ़ा रहा था. അങ്ങനെ ദീപാവലിയുടെ അവധി വന്നു. ദീപാവലിക്ക് നമുക്കൊരു ദിവസം അവധിയുള്ളെങ്കിലും ഉത്തരേന്ത്യയിലൊക്കെ 10-15 ദിവസമൊക്കെ അവധി ഉണ്ടാവാറുണ്ട്. നമുക്ക് ഓണത്തിനും ക്രിസ്മസിനൊക്കെ അവധി കിട്ടൂലേ, അതുപോലെ അവർക്ക് ദീപാവലിക്ക് അവധി കിട്ടും. അങ്ങനെ ദീപാവലിയുടെ അവധിക്കാലം കഴിഞ്ഞ് തിരിച്ചു വന്നു. സ്കൂൾ തുറന്നു, സ്കൂളിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ ബേലയുടെ തലയിൽ ഒരു സഫേദ് പട്ടി, സഫേദ് പറഞ്ഞാൽ വെള്ള, പട്ടി പറഞ്ഞാൽ ബാൻഡേജ്, ഒരു വെള്ള തുണി കൊണ്ട് ഒരു കെട്ട്, തലയിൽ എന്തോ മുറിവായതായിരിക്കാം. കോയ് ഉസേ ഹോയ് 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 സഫേദ് പട്ടി കറാഥ. അങ്ങനെ എന്തെങ്കിലും ഒരു അടയാളം വെച്ച് വന്നാൽ നമ്മളൊക്കെ പേരിടുന്ന പോലെ ഈ കുട്ടികളും പേരിട്ടു. ഏയ് വെള്ള ബാൻഡേജ് എന്നിങ്ങനെ വിളിച്ചു. तो कोई सुल्ताना टाकू, तो कोई कुछ और कर चिढ़ा रहे थे. ചിലർ വേറെ എന്തെങ്കിലും പേര് വിളിച്ചു. സുൽത്താന ടാക്കു, കൊള്ളക്കാരി എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. കൊള്ളക്കാരി, കൊള്ളരാജാവേ, കൊള്ളസംഘത്തിൻ്റെ രാജാവേ എന്നൊക്കെ വിളിച്ചിട്ട് ഓരോരുത്തരിങ്ങനെ കളിയാക്കാൻ തുടങ്ങി. നമ്മുടെയൊക്കെ ഒരു സ്വഭാവമാണല്ലേ, എന്തെങ്കിലും ചെറിയ അടയാളങ്ങളൊക്കെ വെച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കളിയാക്കൂലേ, അതേപോലെ. അപ്പോൾ ഇനി ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇതുവരെ ഉള്ള ഭാഗം ശരിക്കൊന്ന് വായിച്ച് നോക്കുക. അതിനുശേഷം അതിൽ ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ടല്ലോ, അതിൻ്റെ സൈഡിലുള്ള വർക്കുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അത് ശരിയാവുകയാണെങ്കിൽ പിന്നെ അത് മതി. നിങ്ങൾക്ക് തെറ്റുകയാണെങ്കിൽ നമുക്ക് രണ്ടാമത് ഞാൻ പറഞ്ഞു തരും, അപ്പോൾ ചെയ്യാം. ഓക്കെ, താങ്ക് യു.